بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മളിൽ നിന്ന് പരിഗണിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മളുടെ ആദർശമാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിലില്ലാത്ത ഒരാൾ ആഖിറത്തിൽ പരാജയപ്പെട്ടവനാണ്. പരിഗണനയില്ല, അള്ളാഹു അവനെ നോക്കൂല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം ശരിയാക്കലാണ്, ആദർശം നേരെയാക്കലാണ്. രണ്ടാമത് അള്ളാഹു നോക്കുന്നത് നമ്മൾ കൊണ്ടുപോയ അമലുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ കോലം, വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരം, ഇതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നോക്കപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഇല അഅ്മാലിക്കും, പക്ഷെ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്, നിങ്ങളുടെ അമലുകളിലേക്കാണ്. ഖൽബിലേക്കെന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസത്തിലേക്ക്, പിന്നെ ആ വിശ്വാസത്തോടു കൂടി ചെയ്ത അമലുകളിലേക്ക്. ഇപ്പം മരണം വന്നെത്തുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങളും ഒരു സത്യവിശ്വാസി യാത്രക്ക് വേണ്ടിയുള്ള സാദായി തയ്യാറാക്കിയേ പറ്റുള്ളൂ. സാദ് എന്ന് പറഞ്ഞാൽ യാത്രയിൽ ഒരു യാത്രക്കാരൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ, അതിന് പറയുന്ന പേരാണ് സാദ്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വതസവ്വദു. ആയത്ത് അവതരിക്കാനുള്ളൊരു കാരണം, യമനിൽ നിന്നുള്ള ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ അത്രയും ദിവസത്തേക്ക് അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള വസ്തുക്കളൊന്നും എടുത്തില്ല. അപ്പം അത് അവരോട് സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷെ മക്കത്തെത്തി ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ അവർ മറ്റുള്ളവരോട് ആവശ്യ വസ്തുക്കൾ ചോദിക്കാൻ തുടങ്ങി. കാരണം അവരൊന്നും എടുത്തിട്ടില്ല. അപ്പം അള്ളാഹു ആയത്തിറക്കി, വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള സാമഗ്രികൾ ഒരുക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ. നിങ്ങൾ സ്വയം ചെയ്യാതെ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നത് നല്ല രീതിയല്ല. പക്ഷേ ഫഇന്ന ഖൈറ സാദി അത്തഖ്വ, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഏറ്റവും ഖൈറായ സാമഗ്രി എന്ന് പറയുന്നത് തഖ്വയാണ്. ആ യാത്ര കൊണ്ട് ഉദ്ദേശം മരിച്ചിട്ട് അങ്ങോട്ടുള്ള യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ യാത്രയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു, എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ആരും അറിയൂല ഏത് സമയത്തായിരിക്കും, എവിടെ വെച്ചായിരിക്കും, എങ്ങനെയായിരിക്കും ആ യാത്ര തുടങ്ങുക എന്നുള്ളത്. നമ്മളിപ്പോൾ ചെറിയൊരു വിശ്രമത്തിലാണ്. സത്യത്തിൽ ദുനിയാവിൽ ഒരു ചെറിയ വിശ്രമത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഒന്നുകിൽ ഒരു വിദേശിയെപ്പോലെ ദുനിയാവിൽ ജീവിച്ചോളൂ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. ഇസ്തവല്ല തഹ്ത ദില്ലി ഷജറ, ഒരു മരത്തിൻ്റെ തണലിൽ അയാൾ ഒരല്പം വിശ്രമിക്കാനായി, അതല്ലെങ്കിൽ തണൽ പിടിച്ചുകൊണ്ട് ഇരുന്ന ഒരു യാത്രക്കാരനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തെ കണ്ടാൽ മതി. വിദേശി എന്ന് പറയുമ്പോൾ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടുന്ന തിരക്കിലായിരിക്കും ഒരു വിദേശി. സ്വന്തം നാടായി ആ നാടിനെ കണ്ട്
അവിടെ തന്നെ ജീവിച്ചങ്ങ് മരിക്കാൻ ഉള്ള കൊതി അയാൾക്ക് ഉണ്ടാവില്ല. സ്വദേശത്തേക്ക് മടങ്ങണം. അവിടെയായിരിക്കും അവൻ്റെ സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും ഒക്കെ. സ്വർഗത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ, ദുനിയാവിൻ്റെ സൃഷ്ടിയല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലുള്ള സൃഷ്ടിയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം താമസിച്ചതും സ്വർഗത്തിലാണ്. യാ ആദം ഉസ്കുൻ അൻത വസൗജുക അൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും ഹവ്വാവും സ്വർഗത്തിൽ പോയി താമസിച്ചോളൂ. ഇവിടെ ഹവ്വാ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിൽ വെച്ചാണെന്നും മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്, സഹാബാക്കളിൽപ്പെട്ട മുഫസ്സിരീങ്ങൾക്ക്. ആയത്തിന്റെ ബാഹ്യാർത്ഥം വെച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അതേപോലെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്നൊക്കെ സഹീഹായി വന്നിട്ടുള്ള ഒരു അഥറിൽ അദ്ദേഹം പറഞ്ഞു, ആദം സ്വർഗത്തിൽ ജീവിതം തുടങ്ങിയിട്ടും കാന മുസ്തൗഹിഷൻ, ഒരേകാന്തത ആദമിന് അനുഭവപ്പെട്ടു. ഒരു റാഹത്തില്ല, തിന്നാനും കുടിക്കാനും. ഫകുലാ മിൻഹ റഗദൻ, സുഭിക്ഷമായി തിന്നോളൂ നിങ്ങൾ രണ്ടാൾ. ഹൈസു ശിഅ്തുമ, സ്വർഗത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും തിന്നോളൂ. അങ്ങനെ കൽപ്പിക്കപ്പെട്ട സ്ഥലത്താണ് ഉള്ളത്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്. പക്ഷെ കാന മുസ്തൗഹിഷൻ, ഒരു ഏകാന്തത ആദമിനുണ്ട്. ഫനാം, അങ്ങനെ മൂകനായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഉറങ്ങി. ആ ഉറക്കിൻ്റെ സമയത്താണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാരിയെല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിലുള്ള ഏറ്റവും വളഞ്ഞ അഅ്വജായ എല്ലിൽ നിന്ന് ഹവ്വാ സൃഷ്ടിക്കപ്പെടുന്നത്. അത് സ്വർഗത്തിൽ വെച്ചാണെന്നാണ് പ്രബലമായ അഭിപ്രായം, ആ സൃഷ്ടിപ്പ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ തറവാട് ശരിക്കും ഉപ്പയും ഉമ്മയും സ്വർഗത്തിൽ ജീവിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. നമ്മളുടെ തറവാട് അവിടെയാണ്. അള്ളാഹു നസീബാക്കി തരട്ടെ. രണ്ടാൾക്കാരും സുന്ദരമായി സുഖമായി സ്വർഗത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ. പക്ഷെ ഒരു നിരോധനം, ഒരു നഹ്യ് മാത്രമേ ഉള്ളൂ. വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ രണ്ടാളും ഈ മരത്തിനോട് അടുക്കരുത്. ഏതാണ് ആ മരം? അല്ലാഹു ആലം. പക്ഷെ തഫ്സീറിൻ്റെ കിതാബുകളിൽ ഒരുപാട് അഭിപ്രായങ്ങളിൽ ഒന്ന് അത്തിമരമാണ് എന്നുണ്ട്. അത്തിപ്പഴത്തിൻ്റെ മരം, ഷജറത്തുൽ കറം. അല്ലാഹു ആലം. ആ മരം ഏതാണെന്ന് അറിയില്ലെന്ന് നമ്മുടെ വാജിബായ ബാധ്യതകളിൽപ്പെട്ട കാര്യമൊന്നുമല്ല. ഏത് മരത്തിനോട് ആദനവിനോട് അടുക്കണ്ട എന്ന് പറഞ്ഞത്, അതൊക്കെ റമദാൻ മാസം വരുമ്പം ഉമ്മത്തിൻ്റെ സമയം കളയാൻ വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ചില ക്വിസ് മത്സരങ്ങളുണ്ട്. ഖുർആൻ ഓതേണ്ട സമയം പോലും അതിൽ പോവും. അതിലുണ്ടാകും ചിലപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ആദം നബിയോടും ഭാര്യ ഹവ്വായിനോടും സ്വർഗത്തിൽ വെച്ച് അടുക്കരുത് എന്ന് പറഞ്ഞ മരമേതാകുന്നു? അതിനെപ്പറ്റി അന്വേഷിച്ച് അതിനെപ്പറ്റി പഠിച്ചും ചോദിച്ചും ഒരു ദിവസത്തെ നോമ്പ് അതിൽ തന്നെ അങ്ങ് പോവും. ഒരു കാര്യവും ഇതില്ല. അത് നമുക്ക് വാജിബായ ഇൽമല്ല. മനുഷ്യന്മാർ എപ്പോഴും കൊതിക്കുന്നത് എന്താ അറിയോ? വാജിബായ ഇൽമുകൾ ഒരു ഭാഗത്തുണ്ട്. തൗഹീദ് പഠിക്കുക, തൗഹീദിൻ്റെ മസലകൾ പഠിക്കുക. അതേസമയത്ത് ആൾക്കാർ ആഗ്രഹിക്കുന്നത് രസകരമായ ഇൽമുകളാണ്, സുന്നത്തായ ഇൽമുകൾ, മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഇൽമുകൾ പറയാനും കേൾക്കാനും ഒക്കെയാണ് ആളുകൾക്ക് വലിയ താല്പര്യം. എന്നാലോ വാജിബായ നിർബന്ധമായും പഠിക്കേണ്ടുന്ന തൗഹീദിൻ്റെ അഖീദയുടെ അമാലുകളുടെ ഇൽമ് ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് മൂന്നാമത്തേലും മടുപ്പ് വന്ന് താല്പര്യം കുറഞ്ഞ് മതിയപ്പ ഇനി നമുക്ക് വേറെന്തെങ്കിലും പറയാം എന്ന് പറയുന്ന അവസ്ഥയായി എന്നുള്ളത്. എന്തായാലും ആ മരത്തോട് അടുക്കരുത്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മരത്തിനോട് അടുക്കരുത് എന്ന് പറഞ്ഞത് ആ മരത്തിനോട് അടുക്കാണ്ടിരിക്കാനല്ല, മറിച്ച് ആ മരത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത് എന്നർത്ഥത്തിലാണ്. തിന്നല് പോയിട്ട് അതിൻ്റെ അടുത്ത് പോലും പോകരുത്. കർശനമായ നിരോധനമാണ് അള്ളാഹു ഏർപ്പാടാക്കിയത്. ഇതുപോലെ വലാ തഖറബുസ്സിന എന്ന് പറഞ്ഞ പോലെ വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന
വഴികൾ ഏതാണോ അതുപോലും നിങ്ങളിൽ ഉണ്ടാവരുത്. പക്ഷെ അവർ പോയി അതിൻ്റെ പഴം തിന്നു. അങ്ങനെയാണ് പുറത്താകുന്നത്. ഫതകൂന മിനൽ ളാലിമീൻ, അക്രമം ചെയ്തു, സ്വർഗത്തിൽ നിന്ന് പുറത്തായി. ഇനി അങ്ങോട്ടാണ് തിരിച്ച് പോവേണ്ടത്. അള്ളാഹു പറഞ്ഞു, തിരിച്ചു വരാനുള്ള വഴി ഞാൻ നിനക്ക് തർത്തീബാക്കി തരാം. ഹിദായത്തിൻ്റെ വഴികൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇവിടെ തിരിച്ചെത്താൻ. ഫമനിത്തബഅ ഹുദായ, അപ്പം ഞാൻ നൽകുന്ന ആ വഴികൾ അനുസരിച്ച് അംഗീകരിച്ച് തൃപ്തിപ്പെട്ട് സൂക്ഷിച്ച് ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, വിഷമിക്കാനുമില്ല, ഭയപ്പെടാനുമില്ല. ഇങ്ങോട്ട് തിരിച്ചു വരാം, തറവാട്ടിലേക്ക് തിരിച്ചു വരാം. അതേസമയം വഅമ്മല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന, നമ്മൾ നൽകുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, ഹിദായത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫൗലൈക അസ്ഹാബുന്നാർ, അവനെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൂല, നരകത്തിലേക്കായിരിക്കും അവനെ കൊണ്ടുപോവുക. ഇത്രയും പറഞ്ഞിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം ഭൂമിയിൽ തുടങ്ങി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, നീ ഇവിടെ ഒരു വിദേശിയാണ്, സ്വദേശമായ സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരൻ. ആബിറു സബീൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഭൂമിയിലുള്ള ആ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് അഥവാ യഥാർത്ഥ ജീവിതത്തിലേക്ക് മനുഷ്യൻ മുന്നിട്ടാൽ, രണ്ടാമത്തേനെ പിന്നിലാക്കി മൂന്നാമത്തേതിലേക്ക് മുന്നിട്ടാൽ, അഥവാ മരണത്തിൻ്റെ സമയമായാൽ മലക്കുൽ മൗത്തും പരിവാരങ്ങളും അവൻ്റെ അടുത്തേക്ക് വരും. മലക്കുൽ മൗത്ത് ഒറ്റയ്ക്കല്ല വരിക, കൂടെ ഒരുപാട് മലക്കുകളുണ്ട്. അതിപ്പം ഒരു 100 ആള് ഒറ്റ സെക്കൻഡിൽ മരിക്കണമെങ്കിലും ആ 100 പേരെടുത്തും മലക്കുൽ മൗത്ത് എത്തും. അതെങ്ങനെയായിരിക്കും? അല്ലാഹു ആലം. അതിനെ ഗവേഷണം ചെയ്യലും അതിനെ ലോജിക്കാക്കലും സത്യവിശ്വാസിയുടെ ഏർപ്പാടിൽപ്പെട്ടതല്ല. അങ്ങനത്തെ ചില മനുഷ്യന്മാർ ഇപ്പം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് ചില ഹദീസുകൾ കേട്ടാൽ ദഹിക്കുന്നില്ല. അതിനെ ഗവേഷണം ചെയ്ത് അതിനെ ഒന്ന് റിസർച്ച് ചെയ്ത് അതിനെ ഒന്ന് അക്കലുമായി സ്വന്തം ബുദ്ധിയുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കി അനുകൂലമായിട്ട് റിസൾട്ട് വന്നാൽ ശരി തന്നെ, ആ ഹദീസ് ശരി തന്നെ. എന്നാൽ എൻ്റെ ബുദ്ധിക്ക് അനുകൂലമായിട്ട് തോന്നുന്നില്ലെങ്കിൽ, അർത്ഥവും ചേരുന്നില്ല, അതിൻ്റെ വിശദീകരണവും ചേരുന്നില്ല, ചിന്തിച്ചാൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് കാണുമ്പം അതിനെ തള്ളിക്കളയുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമുക്കിടയിലുണ്ട്. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ പാടില്ല. എന്തുകൊണ്ട്? 2 കൈ, ഇപ്പുറത്തെ വലത്തെ ഇപ്പുറത്തെ ഇടത്തത്, രണ്ടുകൊണ്ട് കുടിച്ചാലും രണ്ടുകൊണ്ട് തിന്നാലും രുചിയും ടേസ്റ്റും അനുഭവവും എല്ലാം ഒന്ന് തന്നെ. പിന്നെന്ത് കണ്ട ഒരു കൈയൊക്കെ തന്നെ തടഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇടത്തെ കൈ കൊണ്ടും തിന്നുന്നവനും കുടിക്കുന്നവനും ശൈത്താനാണെന്നാ പറഞ്ഞത്. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ ഇപ്പൊ പ്രശ്നം? 2 കൈ തന്നെയല്ലേ, അള്ളാഹു തന്നല്ലേ 2 കൈയും. എന്തിനായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈ കൊണ്ട് കുടിക്കരുത് തിന്നരുത് എന്ന് പറയാൻ കാരണം? ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ ലോജിക്ക് അറിയേണ്ട കാര്യം നമുക്കില്ല, സത്യവിശ്വാസിക്കില്ല. അവനത് അറിയാൻ ശ്രമിക്കൂല. ഒരാൾ ചെയ്യുന്നത് ദുന്യവിയായി ഭൗതികമായി എന്തെങ്കിലും തകരാറുണ്ടെന്ന് സയൻസ് പറഞ്ഞിട്ടുണ്ടോ, അതിന് വല്ല ചാൻസും ഉണ്ടോ എന്നറിഞ്ഞിട്ടല്ല അവൻ ചെയ്യുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തെ കൈകൊണ്ട് കുടിക്കണ്ട എന്ന് പറഞ്ഞു, ഞാൻ കുടിക്കുന്നില്ല, ഖലാസ്. അങ്ങനെ അർപ്പിക്കണം. ഉക്കാശ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ശക്തമായ പോരാട്ടമാണ്, ഇസ്ലാമിലെ 1ാമത്തെ ധർമ്മസമരം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വിഷമത്തിലും ടെൻഷനിലുമാണ് ആ ദിവസം. ഉക്കാശൻ്റെ വാള് പൊട്ടിപ്പോയി. കാരണം അവർക്കതേ ഉള്ളൂ, യുദ്ധത്തിന് വന്നല്ലോ. യുദ്ധത്തിനായിട്ട് വരുമ്പോൾ അല്ലേ വാളുകളൊക്കെ ശരിയാക്കി മൂർച്ചയാക്കി മിനുക്കിയിട്ട് വരിക, അതിന് വന്നല്ല. ഇടയിൽ യുദ്ധത്തിലേക്ക് പോയതാണ്. ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാള് പൊട്ടിപ്പോയി. അദ്ദേഹം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ വാള് പോയി, ഇനി എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പോയിട്ട് യുദ്ധം ചെയ്യും. ലോജിക്കിൻ്റെ ആൾക്കാർ എന്താ പറയുക? ലോജിക്കുമായി ബന്ധപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗലുകളെ സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്ത് ലോജിക്കാണ് ഇതിലുണ്ടാവുക? ഉക്കാശ ഒരു സെക്കൻഡെങ്കിലും ഞാൻ യുദ്ധം ചെയ്യാനാ പോകുന്ന ശത്രുക്കളോട്. ഖുറൈശികൾ നമ്മളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പുറത്തെ ഭാഗത്ത്. ഈ വിറകിൻ്റെ കൊള്ളി കൊണ്ട് ഞാൻ എന്താക്കാനാണ് ചിന്തിച്ചില്ല, ചിന്തിക്കൂല. ആര്? മുഅ്മിൻ. കാരണം കൊടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതാണ് ഈമാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടി, അദ്ദേഹം തിരിഞ്ഞ് ശത്രുക്കളത്തേക്ക് നീങ്ങുമ്പോഴേക്കും അത് വാളായി മാറി. അദ്ദേഹം വഫാത്താകുന്നത് വരെ ആ വാളുകൊണ്ടാണ് പിന്നീട് എല്ലാ യുദ്ധങ്ങളും ചെയ്തത്. ഔൻ എന്നാണ് ആ വാളിന് അദ്ദേഹം പേര് വെച്ചത്. ഉക്കാശയുടെ ഈമാൻ, അതല്ലെങ്കിൽ തസ്ദീഖ് എന്നാണ് ആവശ്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുൽ മൗത്ത് വരും, പരിവാരങ്ങളും ഉണ്ടാവും. ഈമാനിനെയും അമാലുകളെയും സുരക്ഷിതമാക്കിയ മുഅ്മിനാണെങ്കിൽ അവർ വരുന്നത് മനോഹരമായ വേഷവിധാനത്തോടു കൂടിയായിരിക്കും. ഈ മരിക്കാൻ കിടക്കുന്നവന് അവൻ്റെ മലക്കുൽ മൗത്തിനെയും കൂടെയുള്ള മലായികത്തിനെയും കാണുമ്പം തന്നെ ഒരാശ്വാസമാവും, സമാധാനമാവും. കാണും. മനുഷ്യൻ മലക്കിൻ്റെ കോലത്തിൽ കാണുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുമ്പോഴുള്ള സമയമാണ്. റൂഹ് ജസദിലുണ്ടാവും, ആത്മാവ് ശരീരത്തിനുണ്ട്, അനങ്ങും, കണ്ണു തുറക്കും, വായാനങ്ങും, ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷെ മലക്കിനെ കണ്ടു തുടങ്ങിയാൽ കണക്ഷൻ വിടും നമ്മളുമായിട്ടുള്ള. ഉപ്പാന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും, നാവും ചുണ്ടും അനക്കും നമ്മൾ കാണുന്നുണ്ടാവും, കണ്ണ് പൂട്ടുന്നതും തുറക്കുന്നതും കാണുന്നുണ്ടാവും. പക്ഷെ ദുനിയാവുമായിട്ടുള്ള കണക്ഷൻ പോയിട്ടുണ്ടാവും. എപ്പോ? മലായികത്തിനെ കണ്ടാൽ. അവർ നല്ല വെള്ള വസ്ത്രത്തിലായിരിക്കും ആ മലക്കുകൾ ഉണ്ടാവുക, മലക്കുൽ മൗത്തും കൂടെയുള്ള പട്ടാളക്കാരും. നല്ല സുഗന്ധമുണ്ടാവും, മയ്യത്ത് അത് ആസ്വദിക്കും. കൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമുക്കത് അനുഭവിക്കാൻ പറ്റൂല. കാരണം മലക്കിനെ കാണലോടുകൂടി മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ വേറെ ലോകത്തെത്തി. ജസദ് ഇവിടെ ദുനിയാവിലുണ്ടെങ്കിലും വേറെ ലോകത്തായി. നല്ല സുഗന്ധമുണ്ടാവും. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പരവതാനികൾ ഉണ്ടാവും. ഒരു പാത്രത്തിൽ ഐസ് കട്ടകൾ ഉണ്ടാവും. റൈഹാൻ ചെടിയുടെ പുഷ്പങ്ങൾ കയ്യിലുണ്ടാവും. ഇതെല്ലാം പിടിച്ചിട്ടായിരിക്കും ഒരു മുഅ്മിനിൻ്റെ, മുവഹിദിൻ്റെ അമലുകളെ കൊണ്ട് നിറച്ച വിശ്വാസിയെ ഇവിടുന്ന് കൊണ്ടുപോവാൻ, സ്വീകരിച്ചു കൊണ്ടുപോവാൻ ഈ പറയുന്ന മലക്കുകൾ വരിക. അല്ലാഹു ആ ഒരു മരണം നമുക്കെല്ലാം നസീബാക്കട്ടെ. ഈ അവസ്ഥ കാണുമ്പം തന്നെ മരിക്കാൻ കിടക്കുന്നവന് സമാധാനവും. ആ സമാധാനം ഈ കിടക്കുന്നവൻ്റെ മുഖത്ത് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. മരിക്കാൻ കിടക്കുന്ന ആളുടെ മുഖം നോക്കിയാൽ മനസ്സിലാവും. വെപ്രാളം ഉണ്ടാവില്ല, ഭയപ്പാടുണ്ടാവില്ല, പേടിച്ച് വരണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല, കണ്ണു തള്ളൂല, വായ ഉണങ്ങി ചുണ്ടുകൾ വരണ്ടു പോവില്ല. ഒരു മക്കൾ വിശദീകരിച്ചു. മറിച്ച് മുഖം പ്രസന്നമായിരിക്കും. ചിലപ്പം തൊട്ടൊരു മണിക്കൂർ മുമ്പ് കരുവാളിപ്പൊക്കെ ഉണ്ടായ മുഖമായിരിക്കും. ആ സമയത്തൊരു ചെറിയ വെളുപ്പ് വന്നിട്ടുണ്ടാവും. അത് തൊലി വെളുത്തതല്ല. ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കുമ്പം ആ സന്തോഷത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുന്നതാണ്. വുജൂഹു യൗമഇദിൻ നാഇമ, തിളങ്ങുന്ന മുഖം. എങ്ങനെയാ തിളക്കം വന്നത്? ലിസഇഹാ റാദിയ, ആ നഫ്സ് അധ്വാനിച്ച് പരിശ്രമിച്ചതിൽ തൃപ്തനായതുകൊണ്ട് മനസ്സിൻ്റെ ആ സന്തോഷം മുഖം പ്രകടമാക്കും. ചില മയ്യത്തുകൾക്ക് കാണാൻ പറ്റും. അങ്ങനെ മുഖം വെളുക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവോടൊന്ന് കൊണ്ടുപോകട്ടെ. മുമ്പല്ലാണ്ട് സന്തോഷിക്കും, നല്ല റാഹത്തിലാവും ഈ അവസ്ഥ കാണുമ്പം തന്നെ.
മലക്കുകൾ വന്ന് തലയുടെ ഭാഗത്തായിരിക്കും മലക്കുൽ മൗത്ത് നിൽക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിട്ട് അവന് സലാം പറയും. ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് സലാം പറയും. ഇവൻ വലിയ സന്തോഷത്തോടെ സലാം മടക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് ഈ ആയത്ത് ഓതും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും എന്നിട്ട് അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവൻ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. അതാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ മലക്കുൽ മൗത്ത് മാത്രമല്ല, മലായിക്കത്തുണ്ട്, കൂടെ പരിവാരങ്ങളുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫ്, പേടിക്കണ്ട. അതോടെ ഇവൻ്റെ എല്ലാ ഭയവും പോയി. ഇവനെല്ലാം നിലക്കും ആശ്വാസത്തിലായി, സമാധാനത്തിലായി. ഇനി എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നുള്ള ആശയിലായിരിക്കും ഈ കിടക്കുന്ന മുഅ്മിനായ മനുഷ്യൻ. വലാ തഹ്സൻ, വ്യസനിക്കുകയും വേണ്ട. എന്തിനാണ് സങ്കടപ്പെടേണ്ടതെന്ന് പറയുന്നത്? ഇവിടെ വിട്ടേച്ച് പോകുന്ന കാര്യത്തെ ഓർത്ത് ഒരു വിഷമവും വേണ്ട. അതൊക്കെ ഏർപ്പാട് അല്ലാഹു ഉണ്ടാക്കും. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗമുണ്ട് എന്ന് നീ സന്തോഷിച്ചു കൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൻ്റെ ജീവിതത്തിലും നീ കൂട്ടുകാരായി തെരഞ്ഞെടുത്തത് നമ്മളെയാണ്. നല്ല മാഹൗലിൽ, നല്ല വൃത്തിയിൽ, നല്ല സ്ഥലത്ത്, പള്ളിയിൽ, ദീനിൻ്റെ കാര്യത്തിൽ, വീട്ടിലാണെങ്കിലും ഖുർആനോത്തിൽ, അദ്കാറിൽ, തസ്ബീഹിൽ, നന്മ ചെയ്യുന്നതിൽ ഒക്കെ മലക്കുകളുടെ സാന്നിധ്യം നിനക്ക് എപ്പോഴും ഉണ്ട് നിന്റെ കൂടെ. മലായിക്കത്ത് നിന്നെ വിട്ടു നിൽക്കുന്ന ഒരു അവസരം നീ ഉണ്ടാക്കാറില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ നമ്മളെ തന്നെ കൂടെ കൂട്ടി. വഫിൽ ആഖിറ, ഇനി ഇവിടെ നിന്ന് പോയി അങ്ങോട്ട് എത്തുമ്പോഴും കൂടെ നമ്മളങ്ങനെ തന്നെ ഉണ്ടാവും. ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, ടെൻഷൻ ഒന്നും വേണ്ട. ഇനി എന്താണോ നഫ്സ് ആഗ്രഹിക്കുന്നത് അതൊക്കെ കിട്ടാൻ പോവാണ്, ഒരു പേടിയും വേണ്ട. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, അത് നിങ്ങളുടെ ഗഫൂറും റഹീമുമായ അള്ളാഹുവിൻ്റെ ഒരു സൽക്കാരമാണ്. അങ്ങോട്ടാണ് നമ്മൾ പോവാൻ പോകുന്നത്, തയ്യാറായിക്കൊള്ളൂ. ഇതായിരിക്കും മലക്കുൽ മൗത്തും പട്ടാളക്കാരും വന്ന് ഈ കിടക്കുന്ന മുവഹിദിനോട് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് അവൻ മരണത്തിന് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ടാണ് സാലിഹീങ്ങളായ ആളുകളുടെ മരണസമയത്തുള്ള ആ ഭാവം, ആ രീതി അത്ര ക്ലിയറായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുശ്രിക്കാണെങ്കിലോ, ആസി പാപിയാണെങ്കിലോ, മുജ്രിമാണെങ്കിലോ നേരെ തിരിച്ചുമായിരിക്കും. ഇവരുടെ വരവ് അത്ര റാഹത്തായിരിക്കൂല. വേഷം അങ്ങനെയാവൂല, സുഗന്ധമുണ്ടാവൂല, സലാം പറയൂല, സ്വീകരിക്കാൻ വന്നതാണെന്ന് നമുക്ക് തോന്നുകയില്ല. ആ സമയത്തുണ്ടാകുന്ന പേടി, വെപ്രാളം, വരൾച്ച അത് ഈ കിടക്കുന്ന മയ്യത്തിൽ കാണാനും സാധിക്കും. ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ കിതാബുൽ ജനായിസിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ചില നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന്, നെറ്റികളിൽ വിയർപ്പുകൾ പൊടിയും. സത്യവിശ്വാസികളുടെ അതെടുക്കുന്ന സമയത്ത് നെറ്റിയിൽ വിയർപ്പുകൾ പൊടിയാൻ ചാൻസ് ഉണ്ട്. അല്ലാഹു അലം. ഇത് നേരെ മറിച്ച് മറ്റോനോ, കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن انه الفراق فالتفت الساق بالساق الى ربك يومئذ المساق. ഓൻ്റെ പേടി, വെപ്രാളം, ഓൻ്റെ കൈകാലുകളുടെ അവസ്ഥ, മുഖത്തിൻ്റെ വരൾച്ച, ചുണ്ട് വറ്റുക, വായ വറ്റുക, കണ്ണ് തള്ളുക, ഇതെല്ലാം മോശമായ പിടുത്തത്തിൻ്റെ അടയാളങ്ങൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മലക്കുൽ മൗത്ത് മുഅ്മിനായ മുവഹിദായ മനുഷ്യനോട്, ഇസ്തിഖാമത്തോടെ ദീനിൽ നിന്ന് അമലുകൾ ചെയ്ത് ജീവിച്ചവനോട് പറയും, തയ്യാറായിക്കോളൂ. നിന്റെ ജസദിൽ നിന്ന് ആത്മാവിനെ, റൂഹിനെ ഉരമുവാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലിൻ്റെ വിരലിൽ നിന്ന് റൂഹിനെ ഊരിത്തുടങ്ങും. കാലിലെ ആദ്യം തണുക്കുക, ആദ്യം കാലിൽ നിന്നാണ് തുടങ്ങുക. കാലിൽ നിന്നായിരിക്കും ആദ്യം റൂഹ് പോയി തുടങ്ങുക. റൂഹ് പോകുമ്പോൾ അതിൻ്റെ വേദന ആ മനുഷ്യനറിയും. വേദന ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്.
വേദന ഇല്ലാതിരിക്കൂല. പക്ഷെ വേദനയിൽ ഏറ്റക്കുറച്ചിലുകൾ ഈമാന്റെ തോതനുസരിച്ചുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ലിൽ മൗതി ലസക്ര. അവസാന സമയത്ത് മലക്കുൽ മൗത്ത് വന്നേരം പറഞ്ഞ വാക്കാണ്, അറിയണേ മരണത്തിന് വേദനയുണ്ട്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവന്റെ ജസദിൽ നിന്ന് റൂഹിനെ മലക്കുകൾ എടുക്കുക, കൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പം എത്ര ലാഘവത്തിലാണോ ആ വെള്ളം താഴോട്ട് വരിക, അങ്ങനെയായിരിക്കും. ഇവൻ അറിയയില്ല. അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ കുഴച്ചു വച്ച മാവിൽ നിന്ന് അതിൽ പെട്ടുപോയ അവരുടെ ഒരു മുടിനാര് എങ്ങനെയാണോ പുറത്തേക്ക് എടുക്കുക, അതുപോലെ അവന്റെ റൂഹ് ജസദിൽ നിന്ന് പുറത്തേക്ക് വരും. താഴ്ന്ന് മുകളിലോട്ട് വന്ന് അതേസമയം മുജ്രിമുകളുടെ, മുശ്രിക്കീങ്ങളുടെ, തോന്നിവാസികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുള്ളിന്റെ വടി കുത്തിനിലേക്ക്, ഒരു പഞ്ഞിക്കെട്ടിലേക്ക് കുത്തിയിറക്കി തിരിച്ചു വലിക്കുമ്പം എത്രത്തോളം പ്രയാസകരമായിരിക്കുമോ അതുപോലെ ആ വേദനയായിരിക്കും ഒരാളെ ശരീരത്തിലേക്ക് ഒരു മുള്ളുവടി കുത്തിയിറക്കി ഞരമ്പുകൾ അതിൽ കോർത്ത് പുറത്തേക്ക് വലിക്കുമ്പം എന്തായിരിക്കുമോ വേദന, അതായിരിക്കും മുശ്രിക്കീങ്ങളുടെ റൂഹ് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള അവരുടെ അവസ്ഥ. തീർച്ചയായും അത് പുറത്ത് നോക്കി നിൽക്കുന്ന ആളുകൾക്ക് അവൻ്റെ ആ പ്രകടനങ്ങളിൽ വ്യക്തമാകും. അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇവന്റെ റൂഹ് ഇങ്ങനെ വന്ന് കണ്ണുകളിലൂടെ പുറത്തേക്ക് പോകും, കണ്ണിലൂടെ പുറത്തേക്ക് പോകും. അതായിരിക്കും കണ്ണ്, ഏത് മയ്യത്തിൻ്റെയും കണ്ണിങ്ങനെ ഉണ്ടാവുള്ളൂ. കണ്ണ് പൂട്ടിയ മയ്യത്ത് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് മയ്യത്ത് പരിപാലനത്തിൽ കണ്ണ് പൂട്ടിക്കൊടുക്കൽ എന്ന വിഷയം വന്നത്. കണ്ണ് പൂട്ടൂല, കാരണം അവസാനമായിട്ട് റൂഹ് ഉണ്ടെങ്കിലല്ലേ പൂട്ടാൻ പറ്റുള്ളൂ. അതിൽ കൂടിയാ പോകുന്നത്, അതോടെ തീർന്ന്. കണ്ണിലൂടെ ജസദിൽ നിന്ന് റൂഹ് പുറത്തെത്തലോടുകൂടെ ഈ ജസദ് വേസ്റ്റായി. ഇനി ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ഈ സാധനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സമ്പാദിക്കാമായിരുന്നു, ദുനിയാവായാലും ആഖിറായാലും. കണ്ണിലൂടെ റൂഹ് പുറത്തെത്തലോടുകൂടെ, മലക്കുകളുടെ കയ്യിൽ അത് തിരിച്ചെത്തലോടുകൂടെ ഇതിൻ്റെ പേര് മയ്യത്തെന്ന് മാറി. സലാഹുദ്ദീൻ മാറി, മയ്യത്തായി. ഇനി ആരും എത്ര വേണ്ടപ്പെട്ടവരും എത്ര ഇഷ്ടപ്പെട്ടവരും എന്തേ പറയൂ, മയ്യത്ത് എന്നേ പറയൂ. അത് അള്ളാന്റെ ഒരു തർത്തീബാണ്. കാരണം പേര് പറയാൻ ഇതിൻ്റെ ഉള്ളിൽ ഇനി റൂഹില്ല. ആ റൂഹിൻ്റെതാണ് പേര്, ജസദിൻ്റെ അല്ല. പേര് വെക്കപ്പെട്ട റൂഹ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഇത് മയ്യത്താണ്. ചവിട്ടാം, മിടിക്കാം, കുത്താം, കത്തിക്കാം, കരിക്കാം, തള്ളിയിടാം, മറിച്ചിടാം, അനങ്ങൂല, ഒന്നും ചെയ്യൂല. വേണ്ടെന്ന് പറയോ, തിരിച്ചടിക്കോ, തടയുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ റൂഹില്ല, ആത്മാവില്ല, പോയി, സാധനം പോയി. വെറുമൊരു മണ്ണിൻ്റെ ബിംബമായി മാറി ഈ ശരീരം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വേസ്റ്റായി പോകുമെന്നുറപ്പുള്ള ഈ ജസദിനാണ് നമ്മൾ വെള്ളവും വളവും ഇട്ടുകൊടുത്തിങ്ങനെ പുഷ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിടാൻ പോകുന്ന റൂഹിനുള്ള വെള്ളം, വളം അത് കൊടുക്കേണ്ട പോലെ നമ്മൾ കൊടുക്കുന്നില്ല. അതിനെ മിനിക്കേണ്ട പോലെ മനുഷ്യന്മാർ മിനിക്കുന്നില്ല. റൂഹിനാണ് ശരിക്കും ഭക്ഷണം കൊടുക്കേണ്ടത്, റൂഹിനാണ് വെള്ളം വേണ്ടത്, റൂഹിനാണ് പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്, റൂഹിനാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, റൂഹിനെയാണ് വെളുപ്പിക്കേണ്ടത്, റൂഹിനാണ് മസിലുണ്ടാക്കേണ്ടത്. കാരണം ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയാൽ വെളുത്തതോ കറുത്തതോ മസിലുള്ളതോ ഇല്ലാത്തതോ സിസ്പേക്കോ അല്ലെങ്കിൽ പിന്നെ വട്ടിയനോ ആരും ആയിക്കോട്ടെ, സമാസമം കുല്ലുൻ സവ, വെറും ഒരു ശരീരം, മയ്യത്തെന്ന് പേരുള്ള ഒരു സാധനം. ഭാര്യ വരെ പറയും മയ്യത്ത്. ഇന്നലെ വരെ നമ്മളെ പേര് പറഞ്ഞ് സലാഹുദ്ദീൻ വന്നോ, ഇന്നെന്താ പറയുന്നത്, മയ്യത്ത് കൊണ്ടുവന്നു. സലാഹുദ്ദീൻ പോയാ, മയ്യത്ത് ഇപ്പം കൊണ്ടുപോവാ. എത്ര സെക്കൻഡിലാണ് നമ്മുടെ പേര് മാറിയത്. എത്ര സെക്കൻഡ് കൊണ്ടാണ് നമ്മളെ ആർക്കും വേണ്ടതായത്.
നമ്മളാണ് നമ്മളാണ് നമ്മളാണെന്നും പറഞ്ഞ് എൻ്റെ ചോര, എൻ്റെ ചങ്ക്, എൻ്റെ കരട്, എൻ്റെ പഞ്ചാര, എൻ്റെ കൽക്കണ്ടി, എൻ്റെ അത് 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 നിമിഷ നേരം കൊണ്ട് എപ്പോഴാ കൊണ്ടുവെക്കുന്നുള്ള ചിന്തയായി, കൊണ്ടുപോകാനുള്ള വെപ്രാളമായി, അതിനു വേണ്ടിയുള്ള പരിപാടികളും തർത്തീബുകളുമായി. ഇത്ര നമ്മളെ ആൾക്കാർ മറക്കാൻ പോകുന്നത്. നമ്മൾ ഈ സത്യം എല്ലാം വിസ്മരിച്ചു പോവാണ്. ഇത്ര പെട്ടെന്ന് നമ്മളെ മറക്കാൻ പോകുന്നു. ഇനി നമ്മളെ ഭാര്യ അങ്ങേയറ്റം സ്നേഹിച്ചിട്ട് എൻ്റെ ഭർത്താവിന് ഇവിടെ തന്നെ കുറച്ച് നേരം വെക്കുന്ന് പറഞ്ഞാലും നാറുന്നത് വരെ മാത്രം. അത് റൂഹില്ലാത്ത ജസദ് നാറാൻ തുടങ്ങും. റൂഹില്ലെങ്കിൽ പിന്നെ ഇത് വർക്കില്ല, ചെയ്യാൻ തുടങ്ങും, ദുർഗന്ധം വരാൻ തുടങ്ങും. അപ്പം ഭാര്യ പറയും എന്തായാലും കൊണ്ടുപോയിക്കോടി, കഴിയുന്നില്ല, നാറിയിട്ട് കഴിയുന്നില്ല. ഇത്രേ ഉള്ളൂ ഈ പറയുന്ന ഞാനും നിങ്ങളും. റൂഹുള്ളത് കൊണ്ട് നമ്മളെന്തോ ആരടാ ഞാനടാ അതെല്ലാം തീരാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവന്റെ ജസദിൽ നിന്ന് റൂഹ് മലക്കുൽ മൗത്ത് അങ്ങനെ ഊരി മലക്കുകൾക്ക് കൈമാറും. കൂടെ വന്ന മലക്കുകൾ ഇതിനെ സ്വീകരിക്കാൻ മത്സരിക്കുകയായിരിക്കും. നല്ല റൂഹിനെ എന്ന് പറഞ്ഞാൽ ഓരോ മലക്കുകളുടെ കയ്യിലും തട്ടിത്തായിരിക്കും പോവാ മുകളിലേക്ക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 ആകാശങ്ങളിലും ഓരോ ആകാശത്തിലൂടെയും ഇവന്റെ റൂഹിനെയും കൊണ്ട് മലക്കുകൾ പറക്കുമ്പം അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ലിമൻ, ഇതാർക്കുള്ള റൂഹാണ്? കാരണം അതിനൊരു സുഗന്ധം ഉണ്ടാവും. അതിനവർ കൊണ്ടുപോകുന്നത് നേരത്തെ സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന വിരിപ്പിലാണ്, ആ പരവതാനിയിലാണ്, ആ ഇസുകട്ടയിൽ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. അവിടുന്ന് കൊണ്ടുവന്ന റൈഹാന്റെ മണമുണ്ടാവും. ഇപ്പം മലക്കുകൾ ചോദിക്കും ആർക്കുള്ളതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെയും അവൻ്റെ പിതാവിൻ്റെയും പേര് പറഞ്ഞ് മലക്കുകൾ ഇവനെ പരിചയപ്പെടുത്തും. ഇന്നാൾ ഇന്നവൻ്റെ മകൻ, ഇന്നാൾ ഇന്നവൻ്റെ മകൾ, ഇന്നവളുടെ റൂഹ. ചിലപ്പോൾ അങ്ങനെ മലക്കുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം മലക്കുകളുടെ ലോകത്ത് ഇവൻ സുപരിചിതനായിരിക്കും. ഈ കൊണ്ടുവന്ന റൂഹിൻ്റെ ആള് ഇവർക്ക് അറിയുന്നുണ്ടാവും. അതെന്തുകൊണ്ടായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. നമ്മൾ അള്ളാഹനെ ഓർത്താൽ അള്ളാഹു അവനെ അവൻ്റെ അടുക്കലുള്ളവൻ്റെ ഇടയിൽ ഓർക്കും. അത് മലായിക്കത്താണ്. അപ്പോൾ മലക്കുകൾക്ക് ഇവനെ പറ്റി അള്ളാഹു അവരോട് പറഞ്ഞതിനെ പറ്റിയുള്ള ഓർമ്മയുണ്ടാവും. അവർ സ്വാഗതം ചെയ്യും. 7 ആകാശങ്ങൾക്കപ്പുറത്തെത്തുമ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, നിങ്ങൾ എൻ്റെ അടിമയുടെ റൂഹിനെ ഇല്ലീയീനിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചോളൂ. വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ ഇല്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? മുഖറബുകളായ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥലമാണത്. മുഖറബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് അടുപ്പമുള്ള ആളുകൾ. ഇപ്പൊ ഇല്ലിയിലുള്ള ജസദ് ഭൂമിയിലുള്ള മലക്കൾ ഇങ്ങനെ മേലോട്ട് റൂഹിനെ കൊണ്ടുപോയി ഇല്ലിയിൽ നിക്ഷേപിക്കുമ്പോഴേക്കും ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടാവുമെന്നറിയോ? ഈ റൂഹ് പോയ ജസദ് നോക്കിയിട്ട് ആൾക്കാർ പിന്നെ നമ്മളെ കുപ്പായം ഊരിത്തരും. നമ്മളിട്ട കുപ്പായാണ്, ഊരാൻ വേറെ ആൾ വേണം. വലിയ തടിയും മണ്ണുള്ള ആൾക്കാരാണെങ്കിൽ കത്രിക കൊണ്ടുവന്ന് മുറിച്ചിട്ട് വലിച്ചിട്ടെടുക്കും. ഇനി ഇടാൻ ഇനിയില്ല. എന്തിന്? റൂഹില്ലാത്ത ജസദ് എന്തിനാ കുപ്പായം? റൂഹില്ലാത്ത ഈ ശരീരത്തെ എന്തിനാ വിലപിടിപ്പുള്ള പാൻസ്? എന്തിനാണ് ഈ കന്തുറ? എന്തിനാണ് ഈ മിൻസുള്ള മുണ്ട്? എന്തിനാ ഈ കതറിൻ്റെ ഷർട്ട്? അത് ഊരിയെടുക്കും. ഇനി ഡ്രസ്സ് ഇടാൻ അനുവാദമില്ല. ഇനി ആകെ അനുവാദം 3 തുണിയാണ്. അതെത്ര വലിയ രാജാവാണെങ്കിലും ഇനി 3 തുണി മാത്രം. കളഞ്ഞ് റൂഹില്ലണോ? നീ ജസദല്ലേ, ജീവച്ഛവമാണ്. ഇനി എന്തിനായിക്ക് കുപ്പായം? ചിലപ്പോൾ ആൾക്കാർ വന്ന് കരയുന്നുണ്ടാവും, മോള് കരയുന്നുണ്ടാവും, മക്കൾ കരയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മളെ ചങ്ങൈമാരൊക്കെ വന്ന് കരയുന്നുണ്ടാവും, കുടുംബക്കാരൊക്കെ വരാൻ തുടങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ അറിയപ്പെട്ട ആളൊക്കെ ആണെങ്കിൽ പേപ്പറിലെല്ലാം ന്യൂസ് വരുന്നുണ്ടാവും, ഇന്നാൾ മരിച്ചിരിക്കുന്നു. ഇപ്പം വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് പോകുന്നുണ്ടാവും, ഫേസ്ബുക്കിൽ പോകുന്നുണ്ടാവും, വണ്ടിയും കാറും വിളിച്ച് ആൾക്കാർ നമ്മളെ പുറക്കേക്ക് വരുന്നുണ്ടാവും, നമ്മളെ കാണുന്നുണ്ടാവും. ഇന്നലെ വരെ കൂടെ കണ്ട് ചിരിച്ച് സംസാരിച്ച ആളുകളൊക്കെ മൂലക്കല്ലിൽ നമ്മളെപ്പറ്റി എന്തെല്ലോ പറയുന്നുണ്ടാവും. ചില ആൾക്കാർ നല്ലത് പറയും, ചില ആൾക്കാർ മോശം പറയും. നല്ലത് പറയാൻ മാത്രമുള്ളതുണ്ടാക്കുക. അങ്ങനെ ആരെയും കാണാതെ, ആര് വന്നെന്നറിയാതെ, ആരെന്ത് പറയുന്നു എന്നറിയാതെ കിടക്കുന്നൊരു സമയം വരുമല്ലോ. ആ സമയത്തിന് മുമ്പ്
ആ വന്നു കൂടിയിരിക്കുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന അവസ്ഥ ഇപ്പം ജസദിൻ റൂഹുള്ളപ്പം ഉണ്ടാക്കി വെക്കുക. പിന്നെ ഇവർ പറയുന്നത് കേട്ടിട്ട് ഇനിയൊരു ചാൻസ് ഉണ്ടായെങ്കിൽ നല്ലത് പറയിപ്പിക്കാമായിരുന്നു. കഴിയില്ല, ചാൻസ് ഇല്ല, പോയി കഴിഞ്ഞു, തീർന്നു, ഖലാസ്. കാരണം റൂഹ് പോയി കഴിഞ്ഞു. മക്കളൊക്കെ വാവിട്ടും നിലവിളിച്ചോ, എൻ്റെ ഉപ്പ പോയി, എൻ്റെ ഉമ്മ പോയി, ഇനി എനിക്ക് ആരുണ്ട് എന്നെല്ലാം വിളിച്ച് കരയുന്നുണ്ടാവും. നമ്മളൊന്നും കേൾക്കില്ല, നമ്മളൊന്നും അറിയൂല്ല. ഇനി കേട്ടാലോ അറിഞ്ഞാലോ ഒട്ടും ഉപകാരവും ഇല്ല. ഇനി മക്കളെ താലോലിക്കാനോ, ഇനി ഓളെ സമാധാനിപ്പിക്കാനോ, ഇനി ഉപ്പാനും ഉമ്മാനെയും ഒന്ന് ആശ്വസിപ്പിക്കാനോ, ഇനിയിപ്പോൾ മക്കളെ നെഞ്ചോടൊന്ന് ചേർത്തിട്ട് അവർക്കൊരു സ്നേഹം പകർന്നിട്ട് സമാധാന വാക്ക് പറയാനോ, നോ, എല്ലാം കഴിഞ്ഞു. അക്കടപ്പ് മാത്രമാണ്. എങ്ങനെയാണോ നമ്മളടുത്തിരിക്കുന്ന ആളുകൾ നമ്മളെ തിരിക്കുന്നത് അങ്ങനെ. ഇന്നലെ വരെ നമ്മളെ ഇഷ്ടത്തിലാണ്, ഇന്ന് അവിടെയുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ തിരിഞ്ഞോളണം, കിടന്നോളണം, കൈവച്ചോളണം, കാല് വെച്ചോളണം, എല്ലാം അവരിഷ്ടം. നമുക്കൊന്നുമില്ല. പിന്നെ ചിലപ്പം ഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങളായ അല്ലാഹനെ പേടിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. അവരുടെ സ്വത്തായ അവരുടെ മക്കള് അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടെടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പം കുളിപ്പിക്കാനുള്ള ആളെ വാടകയ്ക്ക് വിളിക്കാൻ വേണ്ടി മക്കൾ മെസ്സേജ് അയക്കാൻ തുടങ്ങും. അങ്ങനെ ഉപ്പാനെ കുളിപ്പിക്കാൻ മക്കൾ വാടകയ്ക്ക് ആളെ എടുക്കും. മക്കൾക്കത് അറിയില്ല. പലപ്പോൾ കുളിപ്പിച്ചേ പറ്റും, ഉപ്പ് പോയിട്ട് കുളിക്കൂല, എനിക്കറിയില്ല നമുക്ക് കുളിക്കാൻ. ഇന്നലെ വരെ നിങ്ങൾ സ്വന്തം കുളിച്ചു, ബാത്ത് ടബിൽ കടന്ന്. പിന്നെ ഏത് സോപ്പാ? ലക്സൊന്നുമല്ല, അതിനായിട്ട് നല്ല സോപ്പ് ഏതാ? പിയേഴ്സ് സോപ്പെല്ലാം ഇട്ട്, ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന സോപ്പെല്ലാം ഇട്ട് കുളിച്ച് ബോഡിയെല്ലാം വെളുപ്പിച്ച് മണപ്പിച്ച് വന്ന ഞാൻ ഇനി എനിക്ക് കുളിക്കാനുള്ള ചാൻസ് ഇല്ല ദുനിയാവിൽ. ഇത് എന്നെ കുളിപ്പിക്കും, കിടന്നുകൊടുത്തോളുക. അവർ വെള്ളമൊഴിക്കും, അവർ തേക്കും. പ്രിയപ്പെട്ടവരെ, അവർ കുളിപ്പിക്കുന്ന സമയത്ത് ഫ്രഷായി നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഫ്രഷായിട്ടുണ്ടാവാനുള്ള വഴി നോക്കിക്കോളൂ. ആൾക്കാർ കുളിപ്പിച്ച് കഴിയുമ്പോൾ പറയരുത്, എന്ത് മനുഷ്യനായി, വൃത്തിയില്ല, മനാരമില്ല, അത് പറയരുത്. മുഅ്മിൻ അത്തഹൂറു ഷത്റുൽ ഈമാൻ, വൃത്തി ഈമാൻ്റെ ഒരു ഭാഗമാണ്. കക്ഷരോമം വടിച്ച് കളയുക, ഗുഹ്യരോമം വടിച്ച് കളയുക, ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാകുന്ന ഭാഗങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് മണപ്പിച്ച് നിൽക്കുക. ഇതൊക്കെ ഒരു മുഅ്മിനിൻ്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ എപ്പോഴാണ് ഈ റൂഹ് പോവാന്ന് പറയാൻ കഴിയില്ല. മയ്യത്തായി കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും വൃത്തിയാക്കാനും മണപ്പിക്കാനുള്ള അവസരം നമുക്കില്ല. കുളിപ്പിക്കുന്ന ആൾക്കാർ ഇതെല്ലാം കാണും. അവർ ചിലപ്പോൾ ആൾക്കാരോട് പറയും, ഒരു വൃത്തിയില്ലാത്ത മനുഷ്യനതിന് അവസരം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, ബാഹ്യമായും ആന്തരികമായും ജസദിയായും റൂഹിയായും ഒരു മുഅ്മിൻ എപ്പോഴും തയ്യാറിലായിരിക്കണം. നീറ്റിൽ പോവാൻ, ഫ്രഷായിട്ട് പോവാൻ, നല്ല വൃത്തിയോടുകൂടി പോവാൻ. കണിയനി വേറെ ആൾക്കാരാണ് വന്നിട്ട് നമ്മളെ കുളിപ്പിക്കാൻ പോകുന്നു. അവർ വെള്ളമൊഴിച്ച് കുളിപ്പിക്കും. പിന്നെ ഒരു കർപ്പൂരം കലക്കി, ലാസ്റ്റ് അവസാനത്തെ മണക്കലാണ് ദുനിയാവിലെ കർപ്പൂരം കലക്കി അതും കൂടി കൂട്ടി ഒഴിച്ച്, ചിലപ്പം നല്ല പൈസക്കാരെ കണക്ക് നല്ല അത്രയെല്ലാം വാങ്ങി വെള്ളത്തിൽ കൂട്ടി ഒഴിച്ച്, നല്ല റോസ് വാട്ടറൊക്കെ ഒഴിച്ച് നമ്മളെ വൃത്തിക്ക് കുളിപ്പിക്കും. ഇന്നലെ വരെ കുളിച്ച പോലെയൊന്നുമല്ല, തേച്ച് മിനുക്കി നമ്മളെ കുളിപ്പിച്ച് തരും. കൊണ്ടുവന്ന് നമ്മളെ പുരൻ്റെ ഹാളിൽ കിടത്തും. ഏത് ഹാളെന്നറിയോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലക്ഷങ്ങൾ മുടക്കിയുണ്ടാക്കിയ നമ്മളെ വീടുണ്ടല്ലോ, നമ്മൾ ആസ്വദിച്ച നമ്മളെ ഭവനം, അതിൻ്റെ ഒത്ത നടുക്ക് ഒരു കട്ടിലിട്ട് നമ്മളങ്ങനെ മലത്തി കിടത്തും. 3 തുണിയിൽ, 3 വെള്ള തുണിയിൽ. ഓള് പറയും, എൻ്റെ മാപ്പിള വളരെ ഇഷ്ടപ്പെട്ടൊരു കുപ്പായാണിത്, ഇതൊന്നും ഇട്ട് കൊടുക്കുമോ? അപ്പോൾ ഖാദി പറയും, അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയും, ദീനിൽ അതിനനുവാദമില്ല. മോൻ പറയും, എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ഗൾഫിൽ നിന്ന് ഇന്നലെ വരുമ്പം കൊണ്ടുവന്ന വിലപിടിപ്പുള്ളൊരു കുപ്പായാണ്, ഇതൊന്നും ഉപ്പാക്ക് ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട്. അനുവാദമില്ല. ആണായാലും പെണ്ണായാലും ഇനി ആ 3 വെള്ള തുണി മാത്രമേ അനുവാദമുള്ളൂ. അതിനത്ര തേച്ച് കണവസാകാലത്തെ യാത്രക്കൊരുങ്ങാണ്, വീട്ടിൽ നിന്ന് പോവാൻ, ദുനിയാവിന്ന് പോവാൻ, അത്ര ഒഴിച്ച് അതും കൂടി ഒന്ന് മണപ്പിച്ച് ദ്വാരങ്ങളിലൊക്കെ പന്നിയെല്ലാം വെച്ച്, 1ാമത്തെ തുണിയും മടക്കി, 2ാമത്തെയും മടക്കി, 3ാമത്തെയും മടക്കി കാലിൽ കെട്ടിയിട്ട് ചോദ്യമുണ്ട്. അവിടെ നിൽക്കുന്ന
അത് കെട്ടുന്ന വേഷം കാക്ക. ഓരോ നാട്ടിലും ഓരോ വേഷന്മാരുണ്ടാവും ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കാൻ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ, ആർക്കെങ്കിലും നോക്കാനുണ്ടോ എന്നിങ്ങനെ വിളിച്ചു ചോദിക്കും. കാരണം ഇനി ഇവൻ അങ്ങോട്ട് പോയിട്ട് നോക്കാൻ കഴിയില്ല. കാരണം ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നോക്കൽ സുന്നത്തൊന്നുമല്ല, എന്നാലും ഇവൻ പോവല്ലേ, ഇനിയിപ്പോൾ എങ്ങനെ കാണുക? ഇവൻ പോവല്ലേ, ദുനിയാവുന്ന് പോവല്ലേ. ചിലപ്പോൾ ഉണ്ടാവും പഴയ നമ്മുടെ ചങ്ങായിമാർ, കൂടെ ജോലി ചെയ്ത ആൾക്കാർ, കൂടെ പഠിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. ഒരാൾ വരാനുണ്ട്, ഓൻ വരും, നോക്കും. എന്താ കാര്യം? ഉമ്മ നമ്മളിങ്ങനെ നോക്കും. ചിലപ്പോൾ പറയും അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നിന്നെ സ്വർഗത്തിലാക്കട്ടെ. കേൾക്കുന്നവർ ആമീൻ പറയും. നമ്മൾക്ക് ആമീൻ പറയാൻ പറ്റൂല. എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? എല്ലാവരും കണ്ടു കഴിഞ്ഞു. എന്നാൽ പിന്നെ പൂട്ടുക. അവസാനത്തെ തുണിയും പൂട്ടി കെട്ടി, ഖലാസ്, ജീവിതം കഴിഞ്ഞു. ജീവിതം കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന്, ആ 3 തുണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഇനി അനുവാദമില്ല, വരാൻ കഴിയില്ല. എല്ലാം അവസാനിച്ചു. റൂഹ് ഇല്ലിയിലുണ്ട്. ഇവിടെ ആളുകൾ നമ്മളെ തയ്യാറാക്കുകയാണ് അടുത്ത വണ്ടിക്ക് കയറ്റി വിടാൻ. മയ്യത്ത് കട്ടിൽ കയറ്റി വെച്ചു. അതാണ് ആ കവി പറഞ്ഞത്, നിങ്ങൾ എത്ര കാലവും ദുനിയാവിൽ ജീവിച്ചോളൂ, എങ്ങനെയും ജീവിച്ചോളൂ, ഏത് സുഖങ്ങളെ വഴി കഴിയിട്ട് പോയിക്കോളൂ. പക്ഷേ യൗമൻ, ഒരു ദിവസം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. അല ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു, കാലില്ലാത്ത കട്ടിലിൽ നിങ്ങൾ വഹിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതാണ് ഈ ദിവസം. മയ്യത്ത് കട്ടിലിൽ കാലുണ്ടാവും, പക്ഷെ കാല് കുത്തനല്ല, നീളത്തിലാണ്. ആൾക്കാരെ ചുമല് വെക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മയ്യത്ത് കട്ടിലിൽ വെച്ചു, നമ്മൾ എടുക്കും. ചിലപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരിക. മുവഹിദുകൾ വരാൻ വേണ്ടി ദുആ ചെയ്തോളൂ മരിച്ചിട്ട് പോകുമ്പോൾ. കാരണം സഹീഹായ ഹദീസാണ്, ഒരു മയ്യത്തിന് വേണ്ടി 40 മുവഹിദുകൾ നിസ്കരിച്ചാൽ അവന് മഗ്ഫിറത്ത് കിട്ടും. ആര് നിസ്കരിച്ചാൽ? മുജാഹിദല്ല, ശരിക്കും കേട്ടോളി, മുജാഹിദ് നിസ്കരിച്ചാലല്ല, സംഘടനാ പ്രവർത്തകൻ നിസ്കരിച്ചാലല്ല, സഹപ്രവർത്തകൻ നിസ്കരിച്ചാലല്ല, മുവഹിദ് നിസ്കരിച്ചാൽ. മുവഹിദ്, അത് ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും അതായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കുക. ആരാണ് ചോദിക്കണ്ട. ആരാൻ നമ്മളെ നന്നാക്കിയിട്ടേ പറയുള്ളൂ. നമ്മുടെ നഫ്സ് നമ്മളോട് കളവ് പറയൂല. ഇസ്തഫ്തി ഖൽബക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്വ നീ നിൻ്റെ കൽബിനോട് ചോദിച്ചാൽ മതി, കൃത്യം കിട്ടും. മുവഹിദായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു തരും. നമ്മളെ നഫ്സ് നമുക്ക് പറഞ്ഞു തരും. നീ മുവഹിദാണോ അതല്ല മുനാഫിഖ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 40 ആണെങ്കിലും നമ്മൾ മരിച്ചു കിടക്കുമ്പം നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ വരണം മുവഹിദുകൾ. ആൾക്കാർ തിങ്ങിക്കൂടണം, നമുക്ക് വേണ്ടി ആളുകൾ കരയണം. ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശലോകവും ഭൂമി ലോകവും കരയണം. ദുനിയാവെന്ന് ഏതോ വേണ്ടപ്പെട്ട ഒരാൾ പോകുന്ന പോലെ, എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാൾ പോകുന്ന പോലെ, ഇനിയും ഒരുപാട് കാലം ഇയാൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെല്ലാവരും ആശിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരാൾ പോകുന്ന പോലത്തെ ഒരു പ്രതീതി നമ്മൾ മരിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാവണം. അതിപ്പോൾ ഉണ്ടാക്കണം. സ്വഭാവം നന്നാക്കി, രഹസ്യപരസ്യ ജീവിതം നന്നാക്കി, അമലുകൾ നന്നാക്കി, ആദർശം നേരെയാക്കി, ഇടപാടുകൾ നേരെയാക്കി. ഇയാൾ മരിച്ചു പോയല്ലോ എന്നോർത്തിട്ട് വിതുമ്പണം നാട് മുഴുവൻ. അങ്ങനെ പോകണം. ആരോ ഖാലിദ് വലിയ എന്ന് പറഞ്ഞ പോലെ, ഒരു കഴുത ആ കഴുതൻ്റെ ആലയിൽ കിടന്ന് മരിക്കുന്ന പോലെ എനിക്ക് മരിക്കേണ്ടി വന്നല്ലോ, ഷഹീദാവാൻ പറ്റാത്തതിലുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. എന്തൊക്കെയൊക്കെ ആയിട്ട് വേണം ദുനിയാവെന്ന് പോവാൻ, ദീനിയായിട്ട്. ആളുകൾ പിന്നെയും പിന്നെയും നമ്മളെ ചില പണ്ഡിതന്മാരെയൊക്കെ നമ്മൾ കാണുന്നില്ലേ, മിമ്പറുകളിൽ നിന്നൊക്കെ എത്ര പ്രാവശ്യമാണ് അവർ പറയപ്പെടുന്നത്. ഇമാം നബവിയെ പോലെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിനെ പോലെ, ഷെയ്ഖ് അൽബാനിയെ പോലെ, ഇങ്ങോട്ട് വന്നാൽ ഇബ്നു ബാസിനെ പോലെ, ഇബ്നു ഉസൈമീനെ പോലെ. ഇതൊക്കെ അടുത്ത കാലത്ത് ജീവിച്ചു പോയ ആൾക്കാർ, സലഫിൻ്റെ കാലത്തുള്ളവരല്ല. ഈ അടുത്ത കാലത്തുള്ള പറ്റി ഞാൻ പറയുന്നു. അവരുടെ പേര് പിന്നെയും പിന്നെയും പറയപ്പെടുന്നു, അവരുടെ കിതാബുകൾ പിന്നെയും പിന്നെയും വായിക്കപ്പെടുന്നു, പഠിക്കപ്പെടുന്നു. പിന്നെയും പിന്നെയും അവർക്ക് വേണ്ടി മുഅ്മിനീങ്ങളും ഉലമാക്കളും സാലിഹീങ്ങളും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു.
ആ അവസ്ഥയിൽ വേണം ദുനിയാവെന്ന് പോവാൻ. ഇല്ലെങ്കിൽ എന്ത് നേട്ടം, ഇല്ലെങ്കിൽ എന്തുണ്ട് നേട്ടം ഈ ദുനിയാവിൽ ജീവിച്ചതിൻ്റെ ഒരടയാളം എന്താണ്? വലിയ ബിൽഡിങ് നോക്കിയിട്ട് പറയും, കാട്ടമ്പള്ളിയിലെ വലിയ ബിൽഡിങ്, ഇത് മറ്റേ ആജിക്കാൻ്റെതാണ്. നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ പോയിക്കുമ്പോൾ പറയും, ഇത് നമ്മളെ മറ്റേ മരിച്ച ആജിക്കാൻ്റെ മരുമോൻ്റെതാണ്. നമ്മൾ പോയി, ആൾക്കാരെ നാവിൽ നമ്മളത് പോയി. ഇത് മറ്റേ ആജിക്കാൻ്റെ മോൻ്റെതാണ്, നമ്മളതില്ല. ഇതൊന്നും നമ്മളതില്ല, എല്ലാം പോയി. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ച ദീൻ, ആ അഡ്രസ്സ് നമുക്ക് തന്നെ ഉണ്ടാവും. പാതിരാക്കണീച്ച് നിസ്കരിക്കുന്നവർ നമ്മൾ ഓർത്തിട്ട് ദുആ ചെയ്യും, പഠിച്ചവൻ അയാൾ മരിച്ചുപോയി, അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ, ഉപകാരിയായിരുന്നു, നല്ലവനായിരുന്നു, അയാൾ ഉണ്ടെങ്കിൽ നല്ല റാഹത്തായിരുന്നു. ഇതായിരിക്കും ഏറ്റവും നല്ല മനുഷ്യൻ. പോയി കഴിയുമ്പോൾ ആൾക്കാർ നമ്മളങ്ങനെ ഓർക്കണം. മയ്യത്ത് കെട്ടിൽ നമ്മളെ കൊണ്ടുപോകും. ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടായിരിക്കും തോളത്ത് വെക്കുന്നുണ്ടാവുക. മഖ്ബറയിലെത്തും. ഇതുവരെ നമ്മൾ പോയത് ഇന്നോവയിലാണ്. ഇന്നോവയിലേ പോവും, ഇല്ലെങ്കിൽ കാറില്ലാണ്ട് ഏടിയും പോവില്ല. കാർ തന്നെ വേണം. ഓട്ടോറിക്ഷയിൽ പോകാൻ പറഞ്ഞാലൊന്നും പിടിക്കൂല, അത് താങ്ങൂലേ. ഓട്ടോറിക്ഷയില്ല, ഞാനെന്താ ഓട്ടോറിക്ഷയിൽ പോകേണ്ട ആളാ. ഇല്ലെങ്കിൽ ചെറിയ കാറൊന്നും പറ്റുകയില്ല, ഇന്നോവ തന്നെ വേണം, നല്ല യാത്രക്ക് സുഖമുള്ളൂ. അള്ളാഹു ദുനിയാവിൻ്റെ നിസ്സാരത മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെ യാത്ര ചെയ്ത ആളാണ്. ചാരിയിരുന്ന് AC ഇട്ട് ഈ യാത്രയിൽ അതൊന്നുമില്ല. ആ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കെട്ടില്ല കൊണ്ടുപോകുന്നുള്ളത്. ഇനി വെക്കാൻ പോകുന്ന എവിടെ നിന്നറിയോ? ആഖിറത്തിൻ്റെ വീടുകളിൽ ആദ്യത്തെ വീട്ടിലാണ്. വെറും മണ്ണിൻ്റെ വീട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയെ കാണാൻ ഫഹദ് രാജാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഉനൈസയിൽ ഫഹദ് രാജാവിൻ്റെ കാലം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ആലയെ രാജാവ് കാണാൻ വന്നു. നോക്കുമ്പോൾ ആ പഴയ മണ്ണ് കട്ടയുടെ വീടാണ്, ഇഷ്ടികയുടെ വീടാണ്. ഇഷ്ടികയല്ല, മണ്ണ് തേച്ച് മിനുക്കിയ വീടാണ്, പഴയ വീട്. രാജാവ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു നല്ല വീട് പണി തരാൻ വേണ്ടി ആൾക്കാരെ ഏൽപ്പിക്കട്ടെ? അദ്ദേഹം പറഞ്ഞു, കൊണ്ട് എനിക്ക് അവിടെ ഉനൈസയിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞു, എന്നാൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു വീട് പണി തരാൻ വേണ്ടി ആഗ്രഹിച്ചു. രാജാവ് ഉണ്ടാക്കി കൊടുക്കുന്ന വീട് എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം പോയി, രാജാവ് പോയി. ശിഷ്യന്മാർ ചോദിച്ചു ഷേഖിനോട്, നമ്മളറിവിലില്ലല്ലോ ഷേഖ് ഒരു വീടെങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉനൈസയിൽ എൻ്റെ നാട്ടിലെ മഖ്ബറയിൽ എൻ്റെ വീട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ശരിക്കുള്ള വീട്. നമ്മളിന്ന് വീട് വെക്കാനുള്ള പരക്കം പാച്ചിലില്ല മനുഷ്യന്മാർ. വീട് അല്ലാഹു തന്നത് അൽഹംദുലില്ലാ, ഖൈറന്നെ, എല്ലാം വേണ്ടതാണ്, സംശയമൊന്നുമില്ല. വീടില്ലാത്തവർക്ക് അല്ലാഹു പെട്ടെന്ന് വീട് കൊടുക്കട്ടെ. ഒരു വലിയ ആശ്വാസമാണ് ആ വീട്, മസ്കൻ, സമാധാനം. പക്ഷെ അതല്ല വീട്, വീട് ഖബറാണ്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിൻ്റെ വീടുകളിൽ ആദ്യത്തെ വീട് അത് ഈ ഖബറാണ്, അത് മണ്ണിൻ്റെ വീടാണ്. അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ തിരിച്ചു പോകാൻ പോകുന്നത്. ആരും കൂടെ ഖബറിലേക്ക് ഇറങ്ങൂല, ഒരു മനുഷ്യൻ ഇറങ്ങൂല, ഒരാളുണ്ടാവില്ല, എത്ര വലിയ ദോസ്തോ ആയിക്കോട്ടെ, ഇല്ല. മുംതാസിനോടുള്ള അതിശക്തമായ സ്നേഹം കൊണ്ടാണ് ഷാജഹാൻ താജ്മഹൽ പണിത്. മുംതാസിൻ്റെ ഖബറിടം മഖ്ബറയാണ് താജ്മഹൽ. പക്ഷെ എന്നാൽ 1 മണിക്കൂർ ആ ഖബറിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് മുംതാസിന് ഒരു റാഹത്ത് കൊടുക്കാൻ ഷാജഹാൻ തയ്യാറാവൂല്ല. അത് അള്ളാഹുവിൻ്റെ തർത്തീബിനെതിരാണ്. ദുനിയാവിൽ ഒരാളും ഖബറിലേക്ക് പോവില്ല. അവിടം വരെ ഉറ്റവരും ഉടയവരും എല്ലാവരും ഉണ്ട്. ചിലപ്പോൾ മക്കളൊക്കെ നടന്ന് വരുമ്പോൾ കരയുന്നുണ്ടാവും, നമ്മളെ തോളത്ത് വെച്ചിട്ട്. കൂടപ്പുറപ്പുകൾ ജ്യേഷ്ഠനെയോ അണിയനെയോ ഓർത്തിട്ട് കരയുന്നുണ്ടാവും. ചങ്ങായിമാരൊക്കെ വല്ലാത്ത മൂകതയിലും വിഷമത്തിലൊക്കെ ആയിരിക്കും. ചിലപ്പം ചില ഭാഗ്യം പെട്ട ആളുകളുടെ മക്കൾ അന്നേരവും മൊബൈലിലായിരിക്കും പല ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും തിരിയും തന്നെ ഉണ്ടാവില്ല.
അവനുപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇമാമിനെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവും. കാരണം ഓനെ അറിയില്ല എത്ര തക്ബീർ ഉണ്ട് എന്ന് അറിയില്ല. ഓണി ആ തക്ബീറിൻ്റെ ഇടയിൽ എന്താ ചൊല്ലേണ്ടത് ഈ മോനെ അറിയില്ല. ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഈ മോനെ പഠിപ്പിച്ചിട്ടുമില്ല, അത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി മലപ്പുറത്തൊരു സ്കൂളിൽ. കലിമ അറിയില്ല. ഇസ്ലാം കാര്യത്തിൽ ഒന്നും ചോദിച്ചപ്പം അള്ളാഹുവിൽ വിശ്വസിക്കുക. ഇസ്ലാം കാര്യം അറിയില്ല. 15-16 വയസ്സുള്ള മക്കളുടെ അവസ്ഥയിൽ പറയുന്നു ഇസ്ലാം കാര്യം അറിയില്ല. ഞാൻ ചോദിച്ചു ഉറങ്ങി എണീക്കുമ്പോഴുള്ള ദുആ ആർക്കൊക്കെ പറയാൻ പറ്റുമോ? ഒരൊറ്റ ഒരാൾ കൈപൊക്കിയില്ല. ഉറങ്ങി എണീക്കുമ്പം പറയേണ്ട ദുആ ആർക്കറിയും ചോദിച്ചിട്ട് ഒരാൾ കൈപൊക്കിയില്ല. +1 +2 ക്ലാസ് എല്ലാ കുട്ടികളും ഒരുമിച്ചിരുത്തിയിട്ട ക്ലാസ്. ഒരാൾക്കറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഉമ്മത്തിൻ്റെ മക്കളുടെ അവസ്ഥ. ഈ മോൻ ഏതുപ്പാക്കാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട്? ഈ മോൻ ഏത് ഉമ്മാക്ക് കൊണ്ടേ നിസ്കരിക്കുക? ഓ മൊബൈലിൽ കുത്തി കളിക്കുന്നുണ്ടാവും. ഓ ചിലപ്പോൾ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗൾഫിൽ നിന്ന് മെസ്സേജ് അയക്കും, പള്ളിയിലെ ഖത്തീബ്ക്ക ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കണേ, പൈസ ഞാൻ അയച്ചുതരാം. ഖത്തീബിന് 5000 പോക്കറ്റിലുമായി, ഉപ്പാക്ക് നിസ്കാരമായി. എന്ത് ഗുണമുണ്ടാകും മോനെക്കൊണ്ട്? ഈ മോളെ കൊണ്ട് എന്തുപകാരമുണ്ട്? മയ്യത്ത് ഉപ്പ മരിച്ച് കിടന്നിട്ട് ഒന്നും അറിഞ്ഞിട്ട് അവനെല്ലാം പൈസൻ്റെ കളിയാണ്. കുളിപ്പിക്കാൻ വരുന്നാക്ക് പൈസ, കഫൻ തുണി പൊതിയുന്നാക്ക് പൈസ, കബർ ഒഴിക്കുന്നാക്ക് പൈസ, എല്ലാവർക്കും പൈസ. ഇവന് ഇതൊന്നും അറിയില്ല, ഇവനൊന്നും ചെയ്യൂല. അങ്ങനത്തെ മക്കളായി നമ്മളെ മക്കളെ അള്ളാഹു മാറ്റാതിരിക്കട്ടെ. നമ്മൾ മയ്യത്തായിട്ട് കേൾക്കുമ്പോൾ കുളിപ്പിക്കാൻ നമ്മളെ മക്കളുണ്ടാവണം. നമ്മളെ മക്കൾ നമ്മളെ ഖബർ ഒഴിക്കണം. നമ്മളെ മക്കൾ ഇമാമൊന്ന് നിസ്കരിക്കണം. നമ്മളെ മക്കൾ തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോകണം. അവർ നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടത്തണം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് എന്തായാലും മക്കൾ പറയും, പഠിച്ചോനെ എൻ്റെ ഉപ്പാനെ ഞാൻ വെക്കുന്നത് പുറത്തു കൊടുത്തേക്കണേ, നല്ല ഉപ്പയായിരുന്നു മതി. എൻ്റെ ഉപ്പ നല്ല ഉപ്പയായിരുന്നു, നീ പുറത്തു കൊടുക്കണം, നീ കരുണ കാണിക്കണേ, പാവാണ് എന്ന് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുമ്പം മക്കൾ പറയും. അങ്ങനെ ആക്കണം മക്കളെ. അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഒരാൾ ഖബറിലേക്കില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്ബഉൽ മയ്യിത സലാസ്. മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പം 3 കാര്യങ്ങളാണ് ബാക്കിൽ വരിക. യർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദ്. 2 ആളുകളും മടങ്ങും, ഒരാൾ ഉള്ളിലേക്ക് ഖബറിലേക്ക് വരും. മടങ്ങുന്നതാണ് യർജിഉ മാലുഹു വവലദുഹു. മക്കളും പോവും, സമ്പത്തും. സമ്പത്തെന്ന് പറഞ്ഞാൽ പൈസ വരൂലല്ലോ. മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, പൈസ കൊണ്ട് ഉദ്ദേശം പൈസക്കാരായ ആളുകൾക്ക് വരുന്ന ആളുകളുണ്ടാവും. ജീവിച്ചിരിക്കുമ്പം വലിയ പൈസക്കാരനാണെങ്കിൽ അയാളെ ആശ്രയിച്ച് ജീവിച്ച കുറേ മനുഷ്യന്മാരുണ്ടാവും. ഇവൻ മരിച്ചാൽ അവരെല്ലാം വരും. എത്ര വന്നാലും ഖബർ വരെ മാത്രമേ വരുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് വരില്ല. തിരിച്ചും പോവും, മക്കളും തിരിച്ചു പോവും. വയബ്ഖാ അമലുഹു. നമ്മൾ ചെയ്ത അമല് നമ്മളൊപ്പം ഖബറിലേക്ക് വരും. വേറൊന്നുമില്ല. കുറേ ചങ്ങായിമാരുണ്ടാക്കിയിട്ടുണ്ട്, കുറേ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഉപകാരമില്ല. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി, ഡിഗ്രികൾ ഉണ്ടാക്കി, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി മിനിയാന്ന് സമ്മേളനത്തിൽ. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്, വിഷമം കൊണ്ട് പങ്കുവെക്കുകയാണ്. KJU എന്ന കേരള ജമിയത്തുൽ ഉലമാ അഹ്ലുസ് സുന്നah വൽ ജമാഅ എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയ നവോത്ഥാനത്തിൻ്റെ കഥ പറഞ്ഞപ്പം ഒരു പെണ്ണ് അമേരിക്കയിൽ പോയിട്ട് പഠിക്കുന്ന കഥ പറഞ്ഞു ഒരാൾ പ്രസംഗിച്ചപ്പോൾ. അതൊന്നും വലിയ നേട്ടമല്ല, നേട്ടമൊന്നുമല്ല. നമ്മുടെ ദുനിയാവിനെ വലുതായി കണ്ടുകൊണ്ട് അത് നേട്ടമായിട്ട് നമുക്ക് തോന്നുന്നു. മെഹറമില്ലാണ്ടൊരു പെണ്ണ് അമേരിക്ക പോയിട്ട് പഠിക്കൽ നേട്ടം? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പെണ്ണിനെ അങ്ങനെ പഠിപ്പിക്കൽ വലിയ നേട്ടം? അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി ഇത്ര 4 കോടിയോ 2 കോടിയോ എത്ര കൊടുത്തത്ര ഗവൺമെൻറ് അമേരിക്ക ഇവൾക്ക് പഠിക്കാൻ, PhD നേടാൻ. അവളെ വിളിച്ചിരുത്തിയിട്ട് ഈ ഒന്ന് കലിമത്തിൻ്റെ ഷർത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ ഷർത്ത് പറയുന്നില്ലെങ്കിൽ ഒരു നവോത്ഥാനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല.
നീ ഒന്ന് കലിമൻ്റെ അർത്ഥം പറഞ്ഞ മോളെന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ PhD പഠിക്കുന്ന ഒരു പെണ്ണിനോട് ചോദിക്കുമ്പം ഓട് കലിമൻ്റെ അർത്ഥം പണ്ട് മറിച്ച് പഠിച്ച പോലെ ആരാധനകരാണ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാ പറയുന്നതെങ്കിൽ ഒരു നവോത്ഥാനവും ഉണ്ടാക്കിയിട്ടില്ല. ഭയങ്കര വിഷമം വന്നു. വല്ലാഹി സുമ്മ വല്ലാഹി, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഭയങ്കര സങ്കടം തോന്നും. 100 കൊല്ലത്തെ വിജയം പറഞ്ഞപ്പം പറയാനുണ്ടായ വിജയം ഇതാണെങ്കിൽ വിജയിച്ചില്ല. അതല്ല ഉണ്ടാവേണ്ടത്. അതൊക്കെ ഒരു ഭാഗം, ദുനിയാവിൻ്റെ ഭാഗം. അതൊക്കെ ദുനിയാവിൻ്റെ ഭാഗം. ഉലമാക്കളുടെ സംഘടന ആഖിറ ഉണ്ടാക്കാനാണ്, ദുനിയാവ് ഉണ്ടാക്കാനല്ല. ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനും മതബോധമുണ്ടാക്കാനും ഷഹാദത്ത് പഠിപ്പിക്കാനും കലിമ പഠിപ്പിക്കാനുമാണ്. അതിൽ പഠിച്ചത് പറ. നമ്മൾ ഇന്നൊരാളെ മദീന യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ച് അവിടെ ഹദീസിലും അതേപോലെ തഫ്സീറിലും ഡോക്ടറേറ്റ് നേടി ഇപ്പം മദീന യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരാവേശമുണ്ട്. അതിനുള്ളതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ. ഇത് നമ്മളും കാണുന്നത് ദുനിയാവിൻ്റെ മേന്മ, അവരും കാണുന്ന ദുനിയാവിൻ്റെ മേന്മ. പിന്നെന്തിനാ നമ്മൾ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. നിങ്ങൾ ദുനിയാവിൻ്റെ ജീവിതത്തെ വലുതായി കാണുന്നു. പക്ഷെ അള്ളാഹു പറയാണ് അൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. നിങ്ങൾ അതിനെ വലുതായിട്ട് കണ്ടോളി. അതാണ് ഖൈറും, എല്ലാ കാലത്തേക്കുമായിട്ട് കാലാകാലത്തേക്കുള്ളത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ അവനെ വെച്ച് കഴിയുമ്പം ഇവൻ വെക്കപ്പെട്ട ഈ ഖബറുണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ ഇവൻ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗത്തുകൂടി പല പ്രാവശ്യവും പോയിട്ടുണ്ട്. ഇവൻ്റെ ഈ പരൻ്റെ ചുറ്റുഭാഗത്തു കൂടി അന്നൊക്കെ ഖബർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അന ബൈത്തുൽ വഹ്ശ, ഡാ മോനെ ഞാൻ ഒറ്റക്ക് കിടക്കേണ്ട വീടാണ്. അന ബൈത്തുൽ ദുൽമ, ഞാൻ ഇരുട്ടിൻ്റെ വീടാണ്. അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. ഇങ്ങോട്ട് ടോർച്ചും കത്തിച്ച് വരാൻ ലൈറ്റ് ഉണ്ടാക്കിക്കൊള്ളണം. ഇവിടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാക്കിക്കൊള്ളണം. ഇവിടെ വേറെ ആരുണ്ടാവില്ല എന്ന് പല പ്രാവശ്യം ആ ഖബർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അതിൻ്റെ ഉള്ളിലെത്തി. സഹീഹായ റിവായത്തുണ്ട്, ആ ഖബർ പറയും, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഈ മയ്യത്തിനുണ്ട് ഉള്ളിൽ ഇറക്കി വെച്ചു. ആൾക്കാരൊക്കെ പോയി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഖലാസ്, അതിൻ്റെ മുകളിൽ മീസാങ്കല്ലും വെച്ച് പൂട്ടി മണ്ണുവിട്ട് മഅസ്സലാമ, എല്ലാവരും പോയി. അവസാനത്തെ ആളും പോയി കഴിയുമ്പോഴേക്കും ഇല്ലിയിൽ നിന്നും റൂഹ് തിരിച്ച് ഖബറിലേക്ക്. അള്ളാഹു പറയും, എൻ്റെ അടിമൻ്റെ റൂഹിനെ തിരിച്ചു കൊടുക്ക്, ഇനി കുറച്ച് പണിയുണ്ട് ഖബറിൽ. തീർന്നില്ല, ഇനി തുടങ്ങുകയാണ്. തീർന്നതല്ല, ഇനി തുടങ്ങുകയാണ്. ഇനി കുറച്ച് പണിയുണ്ട് ഖബറിൽ, റൂഹിനെ തിരിച്ചു കൊടുക്ക്. അപ്പോഴത്തേക്ക് റൂഹ് വരും. അപ്പം തന്നെ ബാക്കുന്ന 2 മലക്കുകൾ വരും. ഫയഅ്തിയാനി മലക്കാൻ, 2 മലക്കുകൾ വരും. മുൻകർ നക്കീർ. ഒരാൾ തലൻ്റെ ഭാഗത്ത്, മറ്റേയാൾ കാലിൻ്റെ ഭാഗത്ത്. ഫയുഖ്ഇദാനിഹി, 2 ആൾക്കാരും കൂടി ഇവനെ പിടിച്ചിരുത്തും. എങ്ങനെ 3 ആൾക്കാരുടെ ഇരിക്കാനുള്ള സ്ഥലം ഖബറിലുണ്ടാവുമോ? അങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഖബറിൻ്റെ എല്ലാം ചിന്തിക്കുന്നത്. ഇതൊക്കെ പറയുമ്പം അങ്ങനെ 3 ആൾക്കാരുടെ ഇരിക്കാൻ പറ്റുമോ ഖബറിൽ? അങ്ങനെ ചോദിക്കുന്നത്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു പിടിച്ചിരുത്തും. ചില കിതാബുകളിൽ കാണാം, കാലിൻ്റെ ഭാഗത്തിരിക്കുന്ന ആളാണ് ചോദ്യം തുടങ്ങുക. പക്ഷേ ഈ 2 ആൾക്കാരും മുഅ്മിനായ മയ്യത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ സലാം പറഞ്ഞിട്ടാണ് വരിക. വെള്ള വസ്ത്രധാരികളായിരിക്കും. നല്ല സുഗന്ധമുണ്ടാകും. ഖബറാളിക്ക് ആശ്വാസമാവും. പിടിച്ചിരുത്തും. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ ബാക്കി ഓക്കെ. ആൻസർ ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാണ്. എനിക്ക് ഇന്ന് രക്ഷയില്ല, ഇനി സമാധാനമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ 3 എണ്ണം. 1, മർറബുക്ക്, നിൻ്റെ റബ്ബാരാണ്. ഇവൻ പറയാൻ കൊതിച്ചിരിക്കുന്നുണ്ടാവും. കാരണം ആ റബ്ബിന് വേണ്ടിയായിരിക്കും സഹിച്ചതെല്ലാം സഹിച്ചത്, ത്യജിച്ചതെല്ലാം ത്യജിച്ചത്, അനുഭവിച്ചതെല്ലാം അനുഭവിച്ചത് ആ റബ്ബിന് വേണ്ടിയായിരിക്കും. ആ റബ്ബിന് വേണ്ടി മാത്രം ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് ആ റബ്ബിനെ ആയിരിക്കും.
ആ റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ വണങ്ങിയിട്ടുണ്ടാവൂ, സുജൂദ് ചെയ്തിട്ടുണ്ടാവൂ. ആ റബ്ബിനോട് മാത്രമേ ചോദിച്ചിട്ടുണ്ടാവൂ. നീ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും മരിക്കുന്നവരെ ജീവിച്ചത്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും, നാട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും, ചങ്ങായിമാരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ആക്ഷേപവാക്കുകൾ, കളിയാക്കലുകൾ, പരിഹസിക്കലുകൾ, എല്ലാം സാമ്പത്തിക നഷ്ടം, സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ റബ്ബിന് വേണ്ടി ആയിരിക്കും സഹിച്ചിട്ടുണ്ടാവും. എന്തിന്? ഇവിടെ ഇരുത്തിയിട്ട് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഇവൻ കാത്തു നിൽക്കുന്നുണ്ടാവും. റബ്ബുക്ക്, റബ്ബി അല്ലാഹ്, ഒറ്റടിക്ക് പറയും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. സിമ്പിൾ ആൻസറാണ്, 2 വരി, റബ്ബി അല്ലാഹ്. പക്ഷെ അത് പറയാൻ IAS കഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ കഷ്ടപ്പാട് ദുനിയാവിൽ കഷ്ടപ്പെടണം. റബ്ബി അല്ലാഹ്. ആൻസർ ശരിയാണ്. മലക്കുകൾ അവൻ അഭിനന്ദിക്കും. 2ാമത്തെ ചോദ്യം, മൻ നബിയുക്ക്, നിന്റെ നബി ആരാണ്? ഇവൻ സുന്നത്തിൽ കുടിച്ച് ജീവിച്ചവനായിരിക്കും, മുഅ്മിൻ, മുവഹിദ്. നേരത്തെ പറഞ്ഞ പോലെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടാൽ അങ്ങനെ വാരിപ്പുഴന്നവനായിരിക്കും. ഇത് റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ് എന്ന് കേട്ടാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇവന് വേറെ ഒന്നും ഉണ്ടാവില്ല, വേറെ ഒന്നിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. എൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ഇതാ, എന്നാൽ പിന്നെ ഇതന്നെ. എടാ അപ്പം ഇവർ വെറുക്കും, അവർ പുറത്താവും. ആര് വെറുത്താലും, ആര് പുറത്താക്കിയാലും, ആരാക്ഷേപിച്ചാലും ഖാല റസൂലുള്ളാഹി കേട്ടാൽ എന്നാൽ പിന്നെ അതന്നെ. അതായിരിക്കും ഇവൻ്റെ അവസ്ഥ. ചോദിക്കുമ്പോൾ തന്നെ പറയും മുഹമ്മദുൻ റസൂലുള്ളാഹ്, എൻ്റെ റസൂൽ മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിലുണ്ട് അവൻ ആവർത്തിച്ച് പറയും മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദുൻ. അത്ര സ്നേഹിച്ചിട്ടുണ്ടാവും അല്ലാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തെ ക്വസ്റ്റ്യനിലും പാസ്സായി. വമാ ദീനുക്, 3ാമത്തത്, നിന്റെ ദീൻ ഏതാ? ഇപ്പം നമുക്ക് വേഗം പറയാം ഇസ്ലാം മതത്തിൻ്റെ ആളാണ്. എങ്ങനെ? എന്താ പറയാൻ കാരണം? പിന്നെ റോട്ടിൽ, ജാഥയിൽ, സമരത്തിൽ, ഇസ്ലാമിന് വേണ്ടിയുള്ള സമരമുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് കല്ലേറ് കൊണ്ടിട്ടുണ്ട്, ഉന്തിലും തള്ളിലും പൊട്ടിയിട്ടുണ്ട്. ഞാൻ കുരു തക്ബീർ ഉറക്കം വിളിച്ച് തൊണ്ട പൊട്ടിയിട്ടുണ്ട്. 2 ദിവസം എനിക്ക് സൗണ്ട് ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടി? ദീനിന് വേണ്ടി. അതല്ല, ഒരു ഭാഗത്ത് ദുനിയാവ് വരുന്നു, മറുഭാഗത്ത് ദീൻ വരുന്നു. അവിടെ ഏതിനെയാണ് സെലക്ട് ചെയ്തത്? ദീനിനെയാണെങ്കിൽ അതിനുള്ളതെന്ന് പറയും ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് വെറുപ്പ്, ഇസ്ലാമിൻ്റെ കൽപ്പനകളോട് വെറുപ്പ്, ഇസ്ലാമിൻ്റെ അടയാളങ്ങളോട് വെറുപ്പ്, അവന് പറയാൻ കഴിയില്ല. 3 ചോദ്യങ്ങളിൽ പാസ്സായി. മലക്കുകൾ പറയും സന്തോഷിച്ചു കൊള്ളുക. ഇനി നടപടിക്രമങ്ങളൊന്നുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ നജാ മിൻഹു, അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻ, ഇനി അങ്ങോട്ടെല്ലാം എളുപ്പമാണ്. മലക്കുകൾ പോവും. ഇവൻ റൂഹ് ഊതപ്പെട്ട രീതിയിലുണ്ട്. വേറൊരാൾ കയറി വരും, നല്ല സുമുഖൻ, നല്ല വെള്ള വസ്ത്രം. ഈ കബറാളി പറയും ഓനെ കാണുമ്പോൾ, നീ എന്തോ ഖൈറ് കൊണ്ട് വന്ന പോലെയുണ്ടല്ലോ, നീ ആരാണ്? മൻ അൻത, നീ ആരാണ്? അപ്പം വന്നാൾ പറയും അന അമലുക സ്സാലിഹ്, അന അമലുക സ്സാലിഹ്, ഞാൻ നീ ചെയ്ത സാലിഹായ അമലാണ്. നിസ്കാരം, നോമ്പ്, ദഅവ, സദഖ, ഉംറ, ഹജ്ജ്, സൽസ്വഭാവം, അങ്ങനെ. ഇതാണ് ഈ കോലത്തിൽ വരിക. വർത്താനം പറഞ്ഞിരിക്കും, സംസാരിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബർസഖിൻ്റെ ജീവിതം 1000കണക്കിന് വർഷങ്ങളാണ്. ഒരു ദിവസം 50,000 സന, 50,000 കൊല്ലത്തിൻ്റെ കണക്കാണ് അവിടെ ഇവിടുന്ന് പോയാൽ. പക്ഷെ ഇവന് അത് ദുഹുറോ അല്ലെങ്കിൽ അസറോ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന സമയം പോലെയേ അനുഭവപ്പെടുള്ളൂ. അത്രയും ഉണ്ടാവും. അത്ര ഇവൻ അനുഭവപ്പെടുള്ളൂ. ഈ 2 ഏതെങ്കിലും നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ച് തീരുന്ന പോലെ ഖലാസ് കഴിഞ്ഞു. ചില റിവായത്തിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവൻ്റെ അടുത്ത് പറയും മലക്കുകൾ, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോളെ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസമില്ല. ഇത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതാണ്. ഇത് സത്യമാണ്, ഇത് ഹക്കാണ്.
പിന്നെ എത്ര കാലം അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വരും? അല്ലാഹു ആലം. ഫൈദ നുഫിഖ ഫിസ്സൂർ, അവസാനം ഇസ്രാഫീൽ രണ്ടാമത്തെ ഊത്ത് മൂതിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. പാറ്റകൾ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ കൂട്ടത്തോടെ, കഅന്നഹും ജറാദും മുൻതശിർ, വെട്ടുകിളികൾ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു വരുന്ന പോലെ ആയിരിക്കും. ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ എണീച്ചിട്ട് അള്ളാഹുവിൻ്റെ മഹ്ശറിലേക്ക് ഓടുക. ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ ധൃതിപ്പെട്ട് ഓടുക ചെയ്യുക മഹ്ശറിലേക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുഅ്മിനീങ്ങൾ നല്ല സുഖത്തിലാണ് ഉറങ്ങുന്നുണ്ടാവുക. അപ്പോഴാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ നിന്നെ ഉറങ്ങുന്ന നിന്നെ വിളിച്ചുണർത്തുക. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞില്ലേ, ആരാപ്പാ നമ്മളെ ഉറക്കെന്ന് വിളിച്ചുണർത്തിയത്? മിൻ മർഖദിന ഹാദാ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതേപോലെ ഞാൻ പറഞ്ഞു വന്നത്, അതിനു വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം. കാരണം അള്ളാഹു നാളെ മഹ്ശറിൽ ആകെ പരിഗണിക്കുന്നത് ആദർശമായിരിക്കും. ആ ആദർശവാദി ചെയ്ത അഅ്മാലുകളായിരിക്കും. അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഇഖ്ലാസോടുകൂടി പൂർത്തിയാക്കിയവൻ ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഈ പോക്കിൽ ബർസഖിന്ന് അങ്ങോട്ട്, ഇനി അങ്ങോട്ട് ഖബറിന്ന് എണീറ്റ് വന്ന് മഹ്ശറിന്ന് അങ്ങോട്ട് ഒരുപാട് കടമ്പകൾ. പക്ഷെ നേരത്തെ രക്ഷപ്പെട്ടവനാണ്. ഫമാ ബഅദഹു ഐസറു മിൻ, ഇനി അങ്ങോട്ടുള്ളതെല്ലാം വളരെ ഈസിയാണ്. ഫമൻ ലം യൻജ മിൻഹു, ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ, ഖബർ ദുസ്സഹമായിട്ടുണ്ടെങ്കിൽ, ഫമാ ബഅദഹു അശദ്ദു മിൻ, ഇനി അങ്ങോട്ടുള്ളത് ഇതിനേക്കാളും കടുപ്പായിരിക്കും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതിനെന്താ വേണ്ടതെന്നറിയോ? അധ്വാനിച്ചേ പറ്റൂ, കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, പ്രയാസപ്പെട്ടേ പറ്റൂ. ഒമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹ, അധ്വാനിക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ.